നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ഉള്ളത് സിബി വെട്ടൂരും അഭിലാഷ് പന്തളവുമാണ്. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയായിരുന്നു ചുഴിയിലേക്കുള്ള രണ്ടുപേരുടെയും എൻട്രി? എൻ്റെ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് സുമി പ്രസാദിൻ്റെ ആദ്യ 2 വർക്കുകളിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചുഴി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ വിളിച്ചു, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ചുഴി എന്ന മൂവിയിലേക്ക് അഭിനയിക്കാൻ എന്നെ വിളിച്ചത് സിബി ചേട്ടനാണ്. നമ്മുടെ സുഹൃത്ത്, സിനിമയിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുമാണ്. സിബി ചേട്ടനാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ ചെയ്യാനിരുന്ന വേറൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിന് എന്തുകൊണ്ടോ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വന്നപ്പോഴാണ് പെട്ടെന്നാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് സിബി ചേട്ടൻ വിളിക്കുകയും ഞാൻ ചുഴിയിലേക്ക് അഭിനയിക്കാൻ എത്തുകയും ചെയ്തത്. ഈ ചിത്രത്തിൽ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നല്ലോ മോനിച്ചൻ. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? അതെ, ഈ സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നു മോനിച്ചൻ എന്ന എൻ്റെ ക്യാരക്ടർ. അത് എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റി, പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ നേരത്തും എല്ലാം. പിന്നെ നമ്മുടെ ഡയറക്ടർ സുമി പ്രശാന്ത് ഒരുപാട് സഹായിച്ചു. സുമി പ്രശാന്തിൻ്റെ ആ ഡയറക്ഷൻ കൊണ്ട് മാത്രമാണ് ആ മോനിച്ചൻ എന്ന കഥാപാത്രം സിനിമയിൽ നല്ലൊരു രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റിയത്. സുമി പ്രശാന്തിന്റെ കഴിഞ്ഞ 2 വർക്കുകളിലും താങ്കൾ ഭാഗമായിരുന്നു. ഈ 3ാമത്തെ വർക്കിലും വിളി വന്നപ്പോൾ എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആദ്യ 2 ഇതിലും വർക്ക് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിനെ അഭിനയം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ 3ാമത് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നി. ചുഴിയിലെ കഥാപാത്രമാകാൻ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നോ? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ കഥാപാത്രം കുറച്ച് മുടിയൊക്കെ കുറച്ച് ചിലന്ന് കുറച്ച് എന്താ പറയുക ഒരു വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് തളർന്ന അങ്ങനെ ഒരു ഫേസാണ് വേണ്ടത്. അതിനുവേണ്ടി എൻ്റെ ഈ മുടിയല്ല, കുറച്ചുകൂടെ കുറച്ചുകൂടെ മുടി ഉണ്ടായിരുന്നു. അത് വെട്ടാതെ നിന്നു, കുറ്റിത്താടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊരു പ്രിപ്പറേഷൻ നമ്മുടെ രൂപത്തിന് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയതുകൊണ്ട് നമ്മളത് നിലനിർത്തിക്കൊണ്ട് കുറേ മാസങ്ങൾ അങ്ങനെ കൊണ്ടുപോയി. അതൊക്കെയായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ളത്. ഇതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മുത്ത് എന്ന കുട്ടി, ആ കുട്ടിക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന സീക്വൻസസ് ഒക്കെ ചിത്രത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സീക്വൻസസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? മാനസികമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു അച്ഛൻ്റെ വേഷമാണല്ലോ എനിക്ക്, കുട്ടിയുടെ അച്ഛനുള്ള വേഷമാണ്. അപ്പം നമ്മൾ ഷൂട്ടിന് വരുമ്പോഴത്തേക്ക് അതിന് ഷൂട്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മോളോടൊപ്പം റീൽസൊക്കെ ചെയ്യുക, അങ്ങനെ കൂടുതൽ അടുത്തു. അപ്പം അടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻറ്റിമസി കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ റീൽസൊക്കെ ചെയ്തു. മാത്രമല്ല ഞാനൊരു കുഞ്ഞിൻ്റെ അച്ഛനാണ്. അപ്പം അത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഉള്ള റിയാക്ട് ചെയ്യുമെന്നുള്ളത് മനസ്സിൽ കണ്ടു. പിന്നെ ഗ്ലിസറിനൊക്കെ തന്നെങ്കിലും അന്നേരത്തേക്ക് ആദ്യം കരയാൻ പറ്റും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇത് വരണം, എന്നാലേ ഗ്ലിസറിനുണ്ടെങ്കിലും ആ ഒരു വികാരം കിട്ടത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ആ ഒരു സീനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ഡയലോഗുകളുള്ള ഒരു കഥാപാത്രമായിരുന്നല്ലോ മോനിച്ചൻ. അപ്പോൾ ഈ അഭിനയിക്കുന്ന സമയത്തും അതുപോലെ ഡബിങ് സെഷനിലും ഒക്കെ എങ്ങനെയായിരുന്നു? ഒത്തിരി റീടേക്കുകൾ വേണ്ടി വന്നിട്ടുണ്ടോ? അതെ, ഈ മോനിച്ചൻ എന്ന എൻ്റെ കഥാപാത്രം ആദ്യം മുതലേ അവസാനം വരെയുള്ള ഒരു ക്യാരക്ടറാണ്. അത് അഭിനയിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ കുറേ റീടേക്കുകൾ വന്നു. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഡയറക്ടറുടെ മികവുകൊണ്ടാണ് ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണത എത്താൻ പറ്റിയത്. ഒരു ലേഡി ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യം 2 തവണ ഞാൻ സുമി പ്രസാദിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ലേഡി ഡയറക്ടർ അങ്ങനൊരു ഇത് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷേ അതുപോലെ നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മറ്റുള്ളവർക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു വനിതാ ഡയറക്ടർ എന്നുള്ള ഒരു വെളിയിൽ നോക്കുമ്പോൾ ഒരു ആൾക്കാർക്കൊരു പുതുമ തന്നെ ആയിരിക്കും. ഞാൻ സുമി പ്രശാന്തിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വനിതാ ഡയറക്ടർ ആയിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷനൊക്കെ തോന്നി. അഭിനയിക്കാൻ ചെന്നപ്പോൾ ഒരു മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയിരുന്നു. അപ്പോൾ എന്ത് പറയും, നമ്മളോടൊന്ന് ഡയലോഗ് പറഞ്ഞു തരും. അപ്പോൾ ആദ്യമായിട്ടല്ലേ, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ആദ്യം ഷൂട്ട്. എൻ്റെ ഫസ്റ്റ് ഷൂട്ട് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് എല്ലാവരും ഞാൻ കാണുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ടെൻഷനൊക്കെ തോന്നിയെങ്കിലും പിന്നെ എല്ലാവരുമായിട്ട് സഹകരിച്ച് ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നപ്പോൾ വളരെയധികം അവരോട് ഇടപഴകാനായാലും പിന്നെ അടുത്തടുത്ത റോളുകൾ ക്യാരക്ടർ അടുത്തടുത്ത വേഷത്തിലോട്ട് പോകാനാണെങ്കിലും പിന്നീട് എനിക്ക് വലിയ ഇഷ്ടമായി. ആ ക്യാരക്ടർ എന്നിൽ കഴിയാവുന്ന രീതിയിൽ അതിൻ്റെ നല്ല രീതിയിൽ എത്തിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നല്. അഭിനയിക്കുന്ന സമയത്ത് വെല്ലുവിളികളായി തോന്നിയ സീൻസ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് വെല്ലുവിളി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സീനും വെല്ലുവിളിയായിരുന്നു എനിക്ക്. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും
ശാരീരികമായിട്ടുള്ള അധ്വാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അതിൽ കുറച്ച് ഓട്ടവും ചാട്ടവും ഒക്കെയുള്ള സ്റ്റണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒരു സീൻ എന്ന് പറയുമ്പം രാത്രിയിൽ കാട്ടിനകത്തൊരു സീൻ ഉണ്ടായിരുന്നു. ഇത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ചത് അതിനകത്തൊരു കാടായിരുന്നു. കാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നല്ല രാത്രിയിലായിരുന്നു, ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഉള്ളിലേക്ക് നമ്മൾ പോയി കുറേ നടന്നൊക്കെ കയറിപ്പോയി. അപ്പം അങ്ങനെ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു ആ സീനത്. പക്ഷെ അതിനകത്ത് അഭിനയിച്ചാൽ മോളെ സമ്മതിക്കണ്ടേ, കാരണം വെച്ചാൽ ആ കാടിനകത്തിൽ അല്ലയോ ആ സീനൊക്കെ. അതെ, കുഞ്ഞ് നല്ലതായിട്ട് അതിനകത്ത് ഞങ്ങൾ കൂടെ സഹകരിച്ചു തന്നു. പിന്നെ നല്ല പേടി ഉണ്ടായിരുന്നു കാടിനകത്തോടെ ഒക്കെ ഓടുന്ന സമയത്ത്, ലൈറ്റും കൊണ്ടൊക്കെ ആയാലും നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പാമ്പൊക്കെ ഉണ്ടോ, നല്ലതായിട്ട് പേടിയാണ്. നമ്മൾ ഓടുന്നു, ഓടുന്നു, കമന്നടിച്ച് വീഴുന്നു ഒരുപാട്. പിന്നെ സ്റ്റണ്ട് സീൻ അത് ശരി അല്ലേ, സ്റ്റണ്ട്സിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബുദ്ധിമുട്ടി വരുമ്പം നമ്മുടെ ശരീരം കാല് പൊക്കി അടിക്കുകയൊക്കെ വേണമല്ലോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, നമുക്ക് അങ്ങനെ അടിയൊന്നും വശമില്ല. അപ്പോൾ നമ്മൾ കാടിനകത്ത് ഓടുന്നതും ആ പള്ളിപ്പടർപ്പിനകത്ത് വീഴുന്നതൊക്കെ തന്നെ കല്ലിലൊക്കെ തന്നെ വീണതും അല്ലാതെ മെത്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെത്തയൊക്കെ വേറെ വഴിക്ക് പോകും, നമ്മൾ വേറെ വേറെ വീഴും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും കഷ്ടപ്പാടിന്റെ ഫലം എനിക്ക് നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മളെ ബിഗ് സ്ക്രീനിൽ ഞങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ്റെ അച്ഛനൊരു നാടക നടനായിരുന്നല്ലോ. അപ്പോൾ സ്വന്തം മകന്റെ അഭിനയത്തെ എങ്ങനെയാണ് അച്ഛൻ വിലയിരുത്തിയത്? ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ ആണെങ്കിൽ പത്തനാപുരത്ത് തിയേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനെ ഒന്ന് കൊണ്ടുവന്ന് സിനിമ കാണിച്ചു. അദ്ദേഹം പഴയ നാടക നടനാണ്. പിന്നെ നാടകവും സിനിമയും തമ്മിലൊക്കെ ഒരുപാട് അന്തരമുണ്ട്. അന്തരം എന്ന് വെച്ചാൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നാടകം എന്ന് പറയുമ്പോൾ ഒരു തട്ടേ കയറി 2.5 മണിക്കൂർ ഡയലോഗ് കാണാതെ പഠിച്ച് ഉറക്കെയാണ്. അതിൻ്റെ എക്സ്പ്രഷനൊക്കെ വലുതായിരിക്കും. സിനിമയിലൊക്കെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഇടുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് ഇടണം. അപ്പം അച്ഛനും ചിലപ്പോൾ ആ നാടക സ്റ്റൈലായിരിക്കും ഈ സിനിമ കണ്ടതെന്നാണ് എൻ്റെ വിചാരം. കാരണം അതുപോലെ തന്നെയാണ് ഇത് കണ്ടപ്പം പറഞ്ഞത്, കുറച്ച് ഒക്കെ മൂക്കാനുണ്ട് എന്ന് പറഞ്ഞു. കാരണം വരാനുണ്ട് എന്ന് വെച്ചാൽ സെൻറ്റി സീനൊക്കെ ഉണ്ട്. സെൻറ്റി സീൻ വെച്ചാൽ കുറച്ചുകൂടെ ഭാവങ്ങൾ മുഖത്തോടെ വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നാടകമല്ല സിനിമയാണ്, അപ്പം ഇത്രയും ഭാവങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ പറഞ്ഞത് ശരിയാണ്, കുറച്ചുകൂടെ ഒക്കെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ചില സീനുകൾ കണ്ടപ്പോൾ അത് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ആ സീനൊക്കെ അഭിനയിച്ച് നോക്കി. അതറിയണം, നീ അറിയണം. വീട്ടിൽ വന്ന് വീണ്ടും ഞാൻ അഭിനയിച്ച് നോക്കിയിട്ട് കണ്ണാലുമല്ല, ഞാൻ അല്ലാതെ അഭിനയിച്ചു നോക്കി. കുറച്ചുകൂടെ ഇതിങ്ങനെ പറഞ്ഞായിരുന്നു ഈ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന കോ ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ വന്നിട്ടാണല്ലോ ഇവരെല്ലാം പരിചയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ചുഴി സിനിമയിലേക്ക് പെട്ടെന്ന് ഒരു എൻട്രി ആയിരുന്നു. അപ്പോൾ എനിക്ക് ആരെയും അങ്ങനെ വലിയ പരിചയമില്ലായിരുന്നു. പക്ഷേ സിബിച്ചേട്ടനെ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് പരിചയം. നമ്മുടെ സിബിച്ചേട്ടനെ മാത്രമുള്ള പരിചയം, നേരത്തോട്ട് പരിചയം പുള്ളിയായിട്ടാണ്. പുള്ളി എന്നെ വിളിച്ചത് സിനിമയിലേക്ക്. അവിടെ ആദ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനും, കാരണം വെച്ചാൽ എല്ലാം ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴും ഈ ക്യാമറ ലൈറ്റ് സെറ്റപ്പ് കണ്ടപ്പോൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ടപ്പോഴത്തേന് ഉള്ളിലൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അഭിനയിച്ച് മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളായി. ഡയറക്ടർ നല്ല അടുത്തിടപഴകിയാണ് ഓരോ റോളുകൾ പറഞ്ഞു തരുന്നത്. പിന്നെ ജഗദീഷ് ചേട്ടൻ, അങ്ങനെ എല്ലാവരും, മറ്റേ സുമി പ്രശാന്ത് ഡയറക്ടറെ ഹസ്ബൻഡ് ഒക്കെ നല്ല രീതിയിലാണ് നമ്മളോട് സഹായിച്ചത്. അപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ മാറി. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഫേസ് ടു ഫേസിന്റെ പ്രേക്ഷകരോട് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു 2 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഓഗസ്റ്റ് 17-ാം തീയതി മിറക്കിൾ മീഡിയയുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ചുഴി റിലീസാവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുതുമുഖങ്ങളാണ്, തീർച്ചയായിട്ടും വനിതാ സംവിധായികയാണ്. ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഉടനെ വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വിലയിരുത്തണം. ഞങ്ങളെപ്പോലുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. കാരണം ഞങ്ങൾ ഇപ്പം പ്രിവ്യൂ ഷോ കണ്ടത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ്. എല്ലാവരും കാണുക. അപ്പോൾ ചുഴി എന്ന സിനിമ കണ്ട് ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് തരണമെന്ന് വിശ്വാസത്തോടെ നന്ദി. താങ്ക് യു. മറ്റൊരു അതിഥിയുമായി ഫേസ് ടു ഫേസിന്റെ പുതിയൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക.